എത്തത്തില്ല. ഓ ശരി ശരി ശരി. ഇതാ ഓർഡർ കൊടുക്കുകയാണല്ലേ? എങ്ങോട്ട് ഊണൊക്കെ അങ്ങനെ ഉണ്ട്? സ്ഥിരം വാങ്ങുന്നതാണോ? സൂപ്പറാണോ ഊണൊക്കെ? നല്ല ഊണാ? എന്തും വാങ്ങാനുണ്ടോ? ഓക്കെ. ഞാനിപ്പോൾ ആ ചേട്ടനോട് ചോദിക്കാമെന്ന് ഊണൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. എല്ലാം നല്ല ഊണാ, സൂപ്പർ ഊണാ, എന്നും വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. സ്ഥിരം വാങ്ങുന്നതാന്ന് പറഞ്ഞു. അവരൊക്കെ നേരത്തെ വിളിച്ച് പറയുന്നതാണല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ രാജീവ് പുതനൂർ. ഇന്ന് നമ്മൾ നിൽക്കുന്ന എടപ്പോണാണ്. വെട്ടിയാറിനടുത്ത് എടപ്പോൺ എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ വെട്ടിയാർ തന്നെ എന്ന് പറയാം, വെട്ടിയാർ തന്നെയാണ്. അപ്പം ഇവിടെ നമ്മുടെ റോഡ് സൈഡിലെ രജനി എന്ന് പറഞ്ഞ ഒരു ചേച്ചി ഇങ്ങനെ പൊതിച്ചോറ് വിൽക്കുന്നുണ്ട്, പൊതിച്ചോറ്. അപ്പോൾ ചേച്ചിയുടെ ഈ പൊതിച്ചോറ് ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പം കുറേ നേരമായിട്ട് ശ്രദ്ധിക്കുന്നു. അപ്പോൾ ചേച്ചിയോട് നിന്ന് ഒരുപാട് ചോറ് കഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ചേച്ചിയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം ചേച്ചി. ചേച്ചിയുടെ പേര് രജനി അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പോൾ ചേച്ചി ഇവിടെ പൊതിച്ചോറ് കുറച്ച് നാളായിട്ട് വിൽക്കുന്നുണ്ടോ? 8-9 മാസമായിട്ട് വിൽക്കുന്നുണ്ടല്ലേ? ഓക്കെ. ഇപ്പം ചേച്ചി സ്ഥലം ശരിക്കും എവിടെയാ? വെട്ടിയാർ തന്നെ, ഇവിടെ തന്നെയാണല്ലേ? എടപ്പോൾ തന്നെയാണ്. ഓക്കെ. ഇവിടെ ഇപ്പം ഇത് ആരൊക്കെയാ ഹെൽപ്പ് ചെയ്യുന്നത് ചേച്ചി? തന്നെ ചെയ്യാണല്ലേ? മോള് എന്ത് ചെയ്യാ? +2 പഠിക്കുന്നുണ്ട്. മോള് ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലേ? ഓ ശരി ശരി. ഇപ്പം വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മോള് മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് എന്ത് ചെയ്യാ? കൂലിപ്പണി. ഓ ശരി ശരി. ഇപ്പം ചേച്ചി ഇപ്പോൾ 8-9 മാസമായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്? സെയിലൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് സെയിൽ പോകുന്നുണ്ടല്ലേ? ഓക്കെ. എത്ര രൂപയ്ക്കാണ് ചേച്ചി ചോറ് വയ്ക്കുന്നത്? എത്ര രൂപയ്ക്കാണ് ചോറ് വയ്ക്കുന്നത്? 80 രൂപയ്ക്കാണ് ചോറ് വയ്ക്കുന്നത് അല്ലേ? എന്തൊക്കെയാണ് ചോറിനകത്ത് വിഭവങ്ങളൊക്കെ ഡെയിലി? തോരന്, അച്ചാറ്, ചമ്മന്തി, ചിലപ്പോൾ അവിയൽ കാണും, മീൻകറി, മോര്, സാമ്പാർ ഇതൊക്കെയാണുള്ളല്ലേ? ഇവിടെ എങ്ങനെയുണ്ട്? സെയിലൊക്കെ എങ്ങനെയുണ്ട്? അത്യാവശ്യം സെയിലുണ്ട്. ഏകദേശം ഒരു ദിവസം എത്ര പൊതിച്ചോറ് വരെയൊക്കെ വിറ്റ് പോകുന്നുണ്ട്? 25 എണ്ണം കൊണ്ടുവരത്തുള്ളൂ അല്ലേ? 25 എണ്ണം ഡെയിലി സെയിൽ ആവുന്നുണ്ടല്ലേ? ഓക്കെ. സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ടോ അതോ എങ്ങനെയാ? സ്ഥിരമായിട്ട് കസ്റ്റമർ ഉണ്ടല്ലേ? ഓക്കെ. ഞാൻ കണ്ടു ഇവിടെ 2 വീലറിലൊക്കെ വന്ന് 3-4 പേര് മേടിച്ചുകൊണ്ട് പോകുന്ന കണ്ടു. അപ്പോൾ സ്ഥിരം കസ്റ്റമർ ആയിരിക്കും അവരൊക്കെ അല്ലേ? പിന്നെ വഴി കൂടെ പോകുന്നവരൊക്കെ വാങ്ങുന്നുണ്ടായിരിക്കും അല്ലേ? സ്ഥിരമായിട്ട് വണ്ടിക്കാരും എല്ലാം വാങ്ങുന്നുണ്ട്. ലോറിയിലും ബസ്സിലൊക്കെ പോകുന്നവർ വാങ്ങുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഇത് വിജയപ്രദമാകട്ടെ. ഓക്കെ. അപ്പോൾ മോളിപ്പോൾ ഏതാ +2 ഏതാ എടുത്തിരിക്കുന്നത്? കൊമേഴ്സാണ് എടുത്തേക്കുന്നത് അല്ലേ? ഓക്കെ. ഒരു മോളേ ഉള്ളോ? ഒരു മോളേ ഉള്ളൂ. ഓക്കെ ഓക്കെ. കാര്യങ്ങളൊക്കെ നടന്നു പോകാറുണ്ടോ? ഇതുകൊണ്ട് ഓക്കെ. ഇതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ജീവിക്കാനുള്ള മാർഗം കിട്ടുന്നുണ്ടല്ലേ? ഓ ശരി ശരി. അല്ല, അത് വലിയ കാര്യമല്ലേ ചേച്ചി? നമ്മൾ ഒരു ചേച്ചിക്ക് പറ്റുന്നൊരു ജോലി, അറിയാവുന്നൊരു കാര്യം, നല്ല അതും ആഹാരം വൃത്തിയായിട്ട് കൊടുക്കുക. അത് കുറച്ച് പേർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും അത് വൃത്തിയായിട്ട് കൊടുക്കുക. അതൊരു പുണ്യമുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ വരുമാനത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അതൊരു നല്ല കാര്യം തന്നെയല്ലേ? ഏകദേശം എത്ര സമയം എടുക്കും? ഡെയിലി 12 മണിയാകുമ്പോൾ ഇവിടെ എത്തും അല്ലേ? കഴിയും. ഓ ശരി. അപ്പോൾ അവർക്കൊക്കെ സമയം അറിയാം, സ്ഥിരം ആൾക്കാർക്കല്ലേ? ഓ ശരി, വിളിച്ച് പറയല്ലേ? അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നല്ലേ? ഓക്കെ. അതിൽ വളരെ സന്തോഷം. ഓക്കെ. ഇന്നിപ്പോൾ ഏകദേശം എത്ര ചോറ് വിറ്റിട്ടുണ്ടാവും? 24 എണ്ണം കൊണ്ടുവന്നാ. ഇനിയിപ്പോൾ 9 പൊതിച്ചോറ് ഉള്ളല്ലേ? ഇതാണ് ചേച്ചി ഇന്ന് ചോറ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ? ഇപ്പോൾ റൂട്ടെന്ന് പറയുമ്പോൾ വെട്ടിയാർ നിന്ന് എടപ്പോൺ ജോസ്കോയിലേക്ക് പോകുന്നതിന് വലത് സൈഡിലേക്ക്. നല്ല ഒരു കാര്യം തന്നെയാണ് കേട്ടോ ചേച്ചി. കാര്യം നമ്മൾ വൃത്തിയായിട്ട് ആഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്.
എന്നാലും വിജയപ്രദമാകട്ടെ. അത് ധാരാളം ചോറ് ഇനി വിൽക്കാൻ സാധിക്കട്ടെ. 25 എന്നുള്ളത് അത് 50, 100, 200 ഒക്കെ ആയിട്ട് വിൽക്കുന്ന ഒരു വലിയൊരു കാര്യമായിട്ട് മാറട്ടെ. അപ്പം അതിൽ നിന്ന് ഒരു ഇൻകം കുറേ കൂടെ മെച്ചൂരിലേക്ക് എത്തട്ടെ. ഓ ശരി ശരി ശരി. ഇതാ ഓർഡർ കൊടുക്കുകയാണല്ലേ? എങ്ങോട്ട് ഊണൊക്കെ എങ്ങനെയുണ്ട്? സ്ഥിരം വാങ്ങുന്നതാണോ? സൂപ്പറാണോ ഊണൊക്കെ? നല്ല ഊണാ? എന്തും വാങ്ങാനുണ്ടോ? ഓക്കെ. ഞാനിപ്പോൾ ആ ചേട്ടനോട് ചോദിക്കാമെന്ന് ഊണൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. എല്ലാം നല്ല ഊണാ, സൂപ്പർ ഊണാ, എന്നും വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. സ്ഥിരം വാങ്ങുന്നതാന്ന് പറഞ്ഞു. അവരൊക്കെ നേരത്തെ വിളിച്ച് പറയുന്നതാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അത് വലിയ കാര്യമല്ലേ? നമുക്ക് സ്ഥിരം കുറേ ക്ലയൻറ്റ് ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആഹാരം വൃത്തിയായിട്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലോ സ്ഥിരമായിട്ട് വാങ്ങുന്നത്. ചോറ് തീരുന്നവരെ കാണും അല്ലേ? എന്നാലും സാധാരണ എത്ര മണിക്കൂറൊക്കെ എടുക്കും വിറ്റ് പോകാൻ? 2-2.5 മണിക്കൂർ കൊണ്ട് വിറ്റ് പോകും അല്ലേ? ഓക്കെ ശരി ചേച്ചി. ഓക്കെ.